ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഏഞ്ചൽ ഫിഷിൻ്റെ ജെൻഡർ ഐഡൻറ്റിഫിക്കേഷനാണ്. അതായത് നമുക്കിപ്പോൾ ഒരു ഏഞ്ചൽ ഫിഷിനെ കിട്ടുകയാണെങ്കിൽ അത് ആണാണോ പെണ്ണാണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം, അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള എളുപ്പമുള്ള കുറച്ച് വഴികളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണും. ആദ്യത്തെയാണ് ബംപ്ഡ് ഹെഡ് എന്ന് വെച്ചാൽ ഇതിനകത്ത് മെയിൽ ഫിഷിൻ്റെ തലയുടെ അവിടെ വന്നിട്ട് ഒരു ചെറിയ ബമ്പ് പോലെ അല്ലെങ്കിൽ ഒരു ഹമ്പ് പോലെ ചെറുതായിട്ടൊന്ന് ചാടും. അതായത് ഒന്ന് താന്നിട്ട് പിന്നെ പൊന്തി ചാടി വരും. എന്നാൽ ഫീമെയിൽ ഫിഷിന് അങ്ങനെ ഒരു ബമ്പ് ഉണ്ടാവില്ല. ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച പോലെ ആയിരിക്കും അതിൻ്റെ ഹെഡ് ഉണ്ടാവുക. ഇമേജിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. രണ്ടാമത്തേതാണ് വെൻട്രൽ ഫിൻസ് എന്ന് വെച്ചാൽ ഈ മീനിൻ്റെ തൊട്ട് അടിയിലായിട്ട് താടി പോലെ ഇങ്ങനെ താഴത്തേക്ക് വളർന്നു കിടക്കുന്ന ആ ഫിൻസ്. ഇത് മെയിലിൻ്റെ ആണെങ്കിൽ ഒരു 2 ഫിൻസ് താഴത്തേക്ക് വരുന്നതിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ ചെറിയ നാര് പോലെ അല്ലെങ്കിൽ ചെറിയ കുനിപ്പ് പോലെ ഉണ്ടാവും. അതായത് ഈ ഒന്നിൽ നിന്ന് തന്നെ 1-2 വേറെ ഉണ്ടാവും. എന്നാൽ ഫീമെയിലിൻ്റെ ആണെങ്കിൽ ആ ഉള്ള ഒരെണ്ണം സ്മൂത്തായിട്ട് താഴത്തേക്ക് പോകും. അതിന് വേറെ കട്ടിങ്ങോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അതിൽ നിന്ന് ചെറുതായി കുനിപ്പുകൾ, ചെറിയ വേരുകൾ പോലെ നിൽക്കുന്ന പോലെയൊന്നും നമുക്ക് തോന്നില്ല. മൂന്നാമത്തെ മെത്തേഡാണ് ഈ ഏഞ്ചൽ ഫിഷിൻ്റെ ഡോർസെൽസ് നോക്കുക എന്നുള്ളത്. ഡോർസെൽസ് എന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലേക്കുള്ള ചിറകുകളാണ്. ഈ ചിറകുകൾ മെയിലിൻ്റെ ആണെങ്കിൽ അവയുടെ ആ ബമ്പ്, അതായത് തലയുടെ അവിടെ ഉണ്ടാകുന്ന മുഴയുടെ അവിടെ നിന്ന് 90 ഡിഗ്രിയിലേക്ക് മുകളിലേക്ക് നിൽക്കുന്നുണ്ടാവും. എന്നാൽ ഫീമെയിലിൻ്റെ ആണെങ്കിൽ ഈ ചിറക് അല്പം പുറകിലേക്ക് ചെരിഞ്ഞ് നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, മെയിലിൻ്റെ ആണെങ്കിൽ 90 ഡിഗ്രിയിലും ഫീമെയിലിൻ്റെ ആണെങ്കിൽ അല്പം പുറകിലേക്ക് ചെരിഞ്ഞ് നിൽക്കുന്നതുമായിട്ട് നമുക്കിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ആയിരിക്കും. ഏഞ്ചൽ ഫിഷിൻ്റെ ബ്രീഡിംഗ് ട്യൂബ് മറ്റെല്ലാ ഫിഷുകളുടെ മെയിലുകളെ പോലെ തന്നെ ഏഞ്ചൽ ഫിഷിൻ്റെ മെയിലിൻ്റെ ബ്രീഡിംഗ് ട്യൂബ് പുറത്തേക്ക് തള്ളി നിൽക്കും. എന്നാൽ ഫീമെയിലിൻ്റെ ആണെങ്കിൽ അല്പം അകത്തേക്കായിരിക്കും ഇരിക്കുക. അടുത്ത ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബോഡി ഷേപ്പ് നോക്കിയാണ്. ഇപ്പോൾ മെയിലിൻ്റെ ബോഡി ഷേപ്പ് ആണെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു റൗണ്ട് പോലെ നമുക്ക് വരയ്ക്കാൻ പറ്റും. അതിൻ്റെ മുകളിലെ ചിറക് തുടങ്ങി താഴത്തെ ഫിന്നിലേക്ക് വരെ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നമുക്കതൊരു റൗണ്ടായിട്ട് വരും. എന്നാൽ ഫീമെയിലിൻ്റെ ആണ് നമ്മൾ അങ്ങനെ വരയ്ക്കുന്നതെങ്കിൽ അതൊരു ആംഗിൾ പോലെ വരും. ഒരു 90 ഡിഗ്രി ആംഗിൾ ലൈൻ വരയ്ക്കുന്ന പോലെ വരും. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം മെയിൽ ഏതാ ഫീമെയിൽ ഏതാണ്. അടുത്തതാണ് ബിഹേവിയർ. അതായത് പ്രായപൂർത്തിയായ ഒരു ഏഞ്ചൽ ഫിഷ് ആണെങ്കിൽ അവയുടെ മെയിൽ എപ്പോഴും ഫീമെയിലിനെ ചേസ് ചെയ്യുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. അത് മറ്റെല്ലാ മത്സ്യങ്ങളിൽ തന്നെ ഉള്ള ഒരു ബിഹേവിയറാണ്. ഇത് തന്നെ ഏഞ്ചൽ ഫിഷിലുമുണ്ട്. പ്രായപൂർത്തിയായ, അതായത് 1 ഇയർ എങ്കിലും പ്രായമായ ഫിഷുകളാണ് കൂടുതലായിട്ടും അങ്ങനെ കാണിക്കുക. മാത്രമല്ല ഇവ ഒരു ഗ്രൂപ്പായിട്ട് കിടക്കുകയാണെങ്കിൽ പെയർ തിരിയുന്ന ഒരു സ്വഭാവവും ഏഞ്ചൽ ഫിഷിനുണ്ട്. അതായത് ഒരു മെയിലും ഫീമെയിലും തമ്മിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരൊരു പെയർ പോലെ ആ ഗ്രൂപ്പിൽ നിന്ന് മാറി നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിനകത്ത് പുറകിൽ മുൻപിൽ പോകുന്ന ഫിഷിനെ ചേസ് ചെയ്യുന്ന ഫിഷായിരിക്കും എപ്പോഴും മെയിൽ, മുൻപിൽ പോകുന്നത് ഫീമെയിലായിരിക്കും. ഇങ്ങനെ നമുക്ക് പെയർ ഐഡൻറ്റിഫിക്കേഷൻ നടത്താൻ പറ്റും. ഈ പെയർ ഐഡൻറ്റിഫിക്കേഷൻ നടത്തുന്നത് നമുക്ക് ബ്രീഡിങ്ങിന് ഇടാനൊക്കെ ഒത്തിരി സഹായകരമാണ്. അങ്ങനെ ഈ 6 വ്യത്യസ്തമായ രീതികളിലൂടെ നമുക്ക് ഏഞ്ചൽ ഫിഷിൻ്റെ ജെൻഡർ ഈസിയായി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളും ശ്രമിച്ച് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. നമ്മളത് ക്ലാരിഫൈ ചെയ്യാൻ ശ്രദ്ധിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഹാവ് എ നൈസ് ടൈം.